അനുതാപം ഉടമ്പടിയും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കാര്യം എന്താ, അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നമ്മൾ ദൂരെ എറിയണം. ഘട്ടം ഘട്ടമായിട്ടല്ലെങ്കിൽ നമ്മൾ എറിയണം. എറിയുന്നുണ്ടെന്ന് കർത്താവിന് മനസ്സിലാക്കണം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ഒരു വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ ഈ വീട് വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാല് കാച്ചില്ല. പാല് കാച്ചാൻ വേണ്ടി നോക്കിയപ്പോൾ പാല് കാച്ചാൻ ആരാണ്? അച്ഛനാ? അമ്മ? ആരുടെ അമ്മ? വീട്ടമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കണ അമ്മ. എന്താ അത്? അവിടെ താമസിക്കുന്ന ചേച്ചിയാണോ? അവർ കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ മാറി താമസിക്കണേ. അവരാണോ തീ വെക്കണത്? ആരാ തീ വെക്കണത്? പാല് കാച്ചണത്? അവരുടെ അമ്മ, ഭർത്താവിൻ്റെ അമ്മ, അമ്മമാരല്ലേ വരേണ്ടത് ഇവിടെ. പക്ഷെ അപ്പോൾ ഞാൻ എല്ലാ പള്ളിയിരിക്കുന്ന സമയത്ത് എല്ലാം വീട് വെച്ചിരിക്കാൻ പോകുമ്പോൾ ഞാൻ എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്യണത്. കാര്യം വലിയ സംഭവമില്ല. നമുക്കൊരു വീട് തമ്പുരാൻ തന്നെന്ന് പറയുമ്പോൾ തന്നെ എന്തൊരു അനുഗ്രഹമാണ്. അത് മഴ വരുമ്പോൾ അറിയണം പറ്റും. ഞാനിപ്പോൾ മഴ വരുമ്പോഴൊക്കെ കിടന്ന് പ്രാർത്ഥിക്കും എപ്പോഴും, കർത്താവേ വീടില്ലാത്തവന് നോക്കിയേക്കണേന്ന് പറയും. കാര്യം എന്താണ്, ഉടമ്പടി എടുത്തവർ കൂടെ തന്നെ കുറേ പേര് വീടില്ലാത്തവരുണ്ട്. ഈ മഴ വരുമ്പോൾ അവരുടെ വീടിന് മുഴുവൻ വെള്ളമാണ്. അകത്ത് കിടക്കാനും പോലും അകത്തും തണുപ്പ്, പുറത്തും തണുപ്പ്. അപ്പോൾ ഉള്ള തുണി കൊണ്ട് കുഞ്ഞുങ്ങളെ പോയി പുതപ്പിച്ച് കിടക്കുമ്പോൾ നമുക്ക് തണുപ്പ്. അപ്പോൾ ഇങ്ങനെ കിടന്ന് അപ്പോൾ രാത്രി 2 മണിക്കൊക്കെ എഴുന്നേൽക്കുമ്പോൾ എല്ലാവരും ഓർത്ത് ഒരു ജപമാല ചൊല്ലും ഞാൻ. കാര്യം കടം കയറി ഉറക്കമില്ലാതെ പ്രഷർ അടിച്ച് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓർക്കുമ്പോഴാണ്, ഇതിപ്പോൾ തുടങ്ങിയല്ല, പണ്ട് മുതലേ ചെയ്യും അങ്ങനെ. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പുതിയ വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് കർത്താവിനറിയാം ഇങ്ങനെയുള്ള വിഷയം അനുഭവിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ സമാധാനം ജീവിക്കേണ്ട മനുഷ്യൻ. അപ്പം ഇങ്ങനെ വരുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടൊരു വിഷയം, ഇപ്പം ഞാൻ അമ്മമാരെ വിളിക്കുമ്പോൾ ഒരമ്മ വരും. അപ്പോൾ ഞാൻ ചോദിക്കും ആരുടെ അമ്മയാണ് ഇത്? ഞാനിവിടുത്തെ മകളുടെ അമ്മയാണ്. ഞാൻ ശരി, അപ്പം എൻ്റെ അമ്മ എന്ത്? ഭർത്താവിൻ്റെ അമ്മ എന്ത്? കാണാനില്ല. അപ്പോൾ പറയും ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ല, ഇപ്പം ഇവിടെ ഉണ്ടായാലും തിരിഞ്ഞ് കളിക്കുമോ? അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പരിപാടിയൊക്കെ നടന്നിട്ട് വേണമെന്ന്. ഞാൻ വിളിച്ചോണ്ട് വരാൻ പറയും. അപ്പോൾ അവിടെ വിളിക്കാൻ പോയി ആൾ പറയും അമ്മ ബാത്റൂമിലാണ്. ദൈവമേ, ബാത്റൂം ഉണ്ടായത് വലിയ ഭാഗ്യമായിപ്പോയി. ഇവരെ ഇപ്പോൾ വിളിക്കുമെന്നറിയാം, തീ കത്തിക്കാൻ വേണ്ടി അച്ഛൻ വിളിക്കുമെന്നറിയാം, ഈ പാല് കാച്ചാൻ വേണ്ടി തീ കത്തിക്കാൻ വേണ്ടി ചെറുക്കൻ്റെ അമ്മനെ വിളിക്കുമെന്നറിയാം. ആ ടൈമായപ്പോൾ അവർ മുങ്ങിയതാണ് അവിടെ നിന്ന്. എന്താ കാര്യം? കാരണം എന്താണ്? ഇവള് ഈ കയറത്താമസത്തിന് വന്നിരിക്കുന്ന പെണ്ണില്ലേ, അവൾ അമ്മായി അമ്മനെ വിളിച്ചിട്ടില്ല. അതാ അവിടെ 2 പേരും കൂടി അവിടെ ഗുസ്തി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ വീട്ടിൽ മാറി താമസിക്കണത്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ വിളി എന്ന് പറഞ്ഞ് അവൻ പോയി വിളിച്ച് അതുപോലെ വന്ന് പലക അച്ഛന് അവർ നിന്നില്ല. ഇതാണ് പഴയ മനുഷ്യരെന്ന് പറയണത്. പഴയ മനുഷ്യൻ എന്തു ചെയ്യണം? അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയണം. ഇങ്ങനെ കുറേ ചെയ്ത്തുണ്ടേ, ഇതെല്ലാം ഉടമ്പടിയെ ബാധിക്കും. പഴയ മനുഷ്യനെ ശരിയാണ്, അവൾക്ക് അറിവില്ലായ്മയായിട്ട് അവൾ ജയിച്ചെന്ന് വിചാരിച്ചോ? അവൾ ജയിക്കട്ടെ, നമുക്കെന്താ പ്രശ്നം? മരുമോൾ ജയിച്ചു, അല്ലെങ്കിൽ അമ്മായിയമ്മ ജയിച്ചു, ആരെങ്കിലും ജയിക്കട്ടെ മക്കളെ. യേശു തോക്കാതിരുന്നാൽ മതി. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായോ? ആര് വേണേലും ജയിച്ചോട്ടെ, യേശു തോക്കരുത്. അപ്പോൾ പഴയ മനുഷ്യൻ മാറിയിരിക്കും, പുതിയ മനുഷ്യനാകും. അവൻ പറയണ പോലെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ക്ലിയറാകും. ഈ കാര്യത്തിൽ എന്താ അവൻ പറഞ്ഞിട്ടില്ലേ? അവൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അവൻ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ അമ്മായിയമ്മ അവിടെ നിന്ന് ഉണ്ടയിടത്തില്ല. എന്താണ്? ഞാൻ മരുമകളെ ഒപ്പിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് അവളോട് ക്ഷമിച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. അവൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്യുകയാണ്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി ദൂരെ എറിയണം. ഉടമ്പടി എല്ലാം ചെയ്ത്താണ്. ദൈവം മനുഷ്യനായിട്ടിവിടെ കുരിശുമരണം വഹിക്കാൻ വേണ്ടി വന്നപ്പോഴും ഉടമ്പടി അല്ലാതെ വേറെ ഒന്നും സ്ഥാപിച്ചില്ല. അതാണ് നമ്മൾ വായിക്കുന്നത്. അവൻ പറയണ പോലെ ചെയ്തതാണ്, അവൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നതാണ് കുർബാന. നമ്മുടെ സമയം ലാഗ് ചെയ്ത് പോകുന്നത് ദൈവത്തിനറിയാം. സമയം നടക്കാത്തതല്ല മക്കളെ പ്രശ്നം, നടക്കണ കാര്യങ്ങൾ താമസിച്ച് പോയാൽ അത് എങ്ങനെ ടൈറ്റാക്കുമെന്നാണ് അമ്മ പറയണത്. എന്ത് ചെയ്യണം? ആകാത്ത സമയം ആക്കിയെടുക്കാൻ അവൻ പറയണ പോലെ ചെയ്യണം. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ ദൂരെ എറിയണം. എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്ന അത്രയും സമയം മക്കൾ വിശ്വാസ പ്രമാണം ചെയ്തുകൊണ്ടിരിക്കണം. അല്ല, മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ, യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ സ്തോത്രം. ദൈവമേ നന്ദി. ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. അച്ഛൻ പറയുന്നത് അനുസരിച്ച് പ്രാർത്ഥിക്കണേ. ഓൺലൈനിലുള്ളവരും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതായത് വിവിധ രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഇത്രയും വചനം തന്ന കാരണം തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷിപ്പിച്ച് ഇവിടെ നിന്ന് വിടത്തുള്ളൂ. ഓൺലൈനിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക. അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം ഏറ്റു പ്രാർത്ഥിക്കണം. ജോലിക്ക് വേണ്ടി, വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സങ്കടങ്ങളും ഓരോന്നും മാറി മാറി വരാൻ വേണ്ടി അച്ഛൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദരോഗ്യം സുഖപ്പെടുത്തിയവനെ, തറവായ രോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലതുകര ഓരോ മകന്റെ ഓരോ മകളുടെ ശിരസിൽ വെക്കണമേ. കർത്താവേ, സന്ധിബന്ധങ്ങളിലെ, രക്തഞരമ്പുകളിലെ, ശരീരകോശങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ. ശരീരത്തിലെ മുഴകള്, സിസ്റ്റുകള്, അലർജി രോഗങ്ങള് യേശുവിന്റെ നാമത്തിലെ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, രോഗസൗഖ്യങ്ങളുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. അരികിൽ വരണമേ. മകളെ, വയറ്റിലേക്ക് രോഗമുള്ളൊരു വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കണേ. കർത്താവ് സുഖപ്പെടുത്തും. ഞാൻ ഈ ദിവസങ്ങളിൽ കുറേ വിഷമിച്ചൊരു വിഷയമാണ്. ഒത്തിരി പേരുടെ വയറിങ്ങനെ കല്ലച്ചൊക്കെ ഇരുന്ന് ഇവിടെ വന്നവർ, പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവരുടെയൊക്കെ അതിൻ്റെയൊക്കെ വിഷമം എൻ്റെ മനസ്സിലുണ്ട്. കരള് രോഗമുള്ളവർ കരളിൻ്റെ അവിടെ കൈവെക്കണേ. ഈ ഹൃദയത്തിൻ്റെ താഴെ കരൾ വർക്ക് ചെയ്യുന്ന അവിടെ കൈവെക്കണേ. ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർ അടിവെറ്റി കൈവെക്കണം. പിസ്റ്റുല, PCOD, ആരിസസ് രോഗങ്ങൾ അടിവെറ്റി കൈവെക്കണം. നടുവിന് വേദനയുള്ളവരുണ്ട്, നടുവിട്ടു പോകുന്ന പോലെയുള്ള സങ്കടങ്ങൾ, വേദനയുള്ളവർ നടുവിന് കൈവെക്കണം. അവിടെ തന്നെയാണ് കിഡ്നി രോഗം ഉള്ളവരും കൈവെക്കേണ്ടത്. കിഡ്നി രോഗമുള്ളവർ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴേ ഓർക്കണം, ലോകത്തിലെ അമ്മ ഏറ്റവും അടുത്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്. ഞാനും അമ്മയും തമ്മിൽ 1 മീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് 1 മീറ്റർ. ബാക്കി ലോകത്തിലെ എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ഞാൻ ഡിവൈൻ നമ്മുടെ കുണ്ടസ് ടിവിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം ചെയ്യുന്നുണ്ട്. അവിടെ 10-100 എണ്ണം ചെയ്യുന്നേ, ഇപ്പോൾ 10-20 ആയിട്ടുണ്ടെന്ന് തോന്നണം. അപ്പോൾ അവിടെയൊക്കെ ഞാൻ നോക്കിയിട്ട് ലോകത്തുള്ള എല്ലാ പ്രത്യക്ഷീകരണങ്ങളും ഒക്കെ 10 മീറ്റർ തൊട്ട് 30 മീറ്റർ വരെ അകലം. കൃപാസനത്തിൽ അമ്മ സമയഘടികാരം നെഞ്ചി ചാർത്തി പ്രത്യക്ഷപ്പെട്ടത് വെറും 1 മീറ്ററാണ്. ഞാൻ പേടിച്ചു പോയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് അമ്മയെ തൊടാമായിരുന്നു. അപ്പം അത്രയും അടുത്ത അമ്മ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത്. ആ അമ്മയുടെ മധ്യസ്ഥലാണ് നിങ്ങൾ വയറെ കൈവച്ചിരിക്കുന്നത്. എനിക്ക് നിർബന്ധമാണ് നിങ്ങൾ സുഖപ്പെടണമെന്ന്, നിങ്ങളുടെ സിസ്റ്റുകൾ മാറണമെന്നും നിങ്ങളുടെ പെരുപ്പ് മാറണമെന്നും മക്കളില്ലാത്തൊരു പ്രത്യേകിച്ച് കൈവെക്കണം. നിങ്ങൾക്ക് അണ്ടം ഇല്ലെന്നൊക്കെ ഒന്നും പറയേണ്ട ഒരു കാര്യമില്ല. അതൊന്നും നമ്മുടെ വിഷയമല്ല, അത് ദൈവത്തിൻ്റെ വിഷയമാണ്. അണ്ടം സൃഷ്ടിക്കുന്നതും എപ്പോൾ സൃഷ്ടിക്കേണ്ടതും ഒക്കെ എല്ലാം കർത്താവാണ്. നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയാണ് പറയണത്. അതൊന്നും നമുക്ക് വിഷയമല്ല. ഇത്തിരി ബുദ്ധി കുറവുണ്ട്, ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, പരീക്ഷ വേണ്ട വിധം പഠിക്കാൻ പറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തലേ കൈവച്ചോ. ഇപ്പോഴേ പഠിച്ചിട്ട് തലേ കയറണില്ല അച്ഛാ, ഒന്നും ഓർമ്മ നിൽക്കണില്ല അച്ഛാ എന്നൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, അവർ തലേ കൈവെക്കുക. ഒട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ
നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്ത് ആ കുഞ്ഞുങ്ങളില്ലെങ്കിൽ, ആ കുഞ്ഞുങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നത് നിങ്ങളുടെ വയറ്റിലാണെങ്കിൽ വയറ്റിൽ കൈവച്ചാൽ മതി. ഓട്ടിസം ബാധിച്ച കുഞ്ഞ്, ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞ് നിൻ്റെ കയ്യിലില്ല, ഇപ്പം നിൻ്റെ കൂടെ ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പം നീ ആ കുഞ്ഞിനെ തന്ന വയറ്റിൽ നീ കൈവച്ചാൽ മതി. അമ്മ അത്ഭുതം പ്രവർത്തിക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണ ഒരു സമയമാണ്. യേശു ജീവനോടെ ദിവ്യസക്രാരിയിൽ ഉണർന്നു നിൽക്കുന്ന സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കും, മക്കളെ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവായി സുമിശിയായി ഇപ്പോഴും ഓരോരോ സ്ഥലങ്ങളിലെ കൈവച്ചുകൊണ്ട് അങ്ങനെ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പിസ്തുര രോഗികള്, PCOD രോഗികള്, RSS രോഗികള്, നടുവേദനക്കാര്, കർത്താവേ ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് പ്രാർത്ഥിക്കർത്താവേ, അവരെ ഇപ്പോഴും അങ്ങ് സുഖപ്പെടുത്തുന്ന കാണിച്ചു തരുന്നുണ്ട്. ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നത് ഇപ്പോൾ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. അവർ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 7 പേരെങ്കിലും സാക്ഷ്യം പറയും, 7 പേരെങ്കിലും സാക്ഷ്യത്തിലേക്ക് വരും, സത്യമായിട്ട് വരും. കർത്താവേ, നിന്റെ ഉന്നതമായ ബ്രസ്റ്റിന് വെക്കണമെന്ന് കർത്താവേ, ബ്രസ്റ്റിന് ക്യാൻസർ ഉള്ളവരുടെ ബ്രസ്റ്റ് വെക്കണം പ്രാർത്ഥിക്കുന്നു. PCOD രോഗികള്, രക്തസ്രാവ രോഗികള്, കരൾ രോഗിക്കാര്, മഹോദര രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. ഒലിപ്പുകളുള്ളവർ കർത്താവേ, ഓരോ സമയത്ത് കർത്താവേ, ഡിസ്ക്രിപ്ഷൻ ഉള്ള കർത്താവേ, അതുപോലെ സെക്രീഷൻസ് ഉള്ളവർ കർത്താവേ, ഒലിപ്പ് രോഗികളെ സ്പർശിക്കുന്ന കർത്താവേ, ബ്ലഡ്, കണ്ണുനീര്, മൂത്രം, മലം ഇതൊക്കെ അറിയാതെ പോകുന്നവരെ കർത്താവേ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ 35 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുനാമത്തിലെ മാരക രോഗങ്ങള്, വ്യാധികള് യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. അരികിൽ വരണമേ, സദയം തുടേണേ, സുഖമായിടും എന്റെ ഉള്ളം. എരിയും മെഴുകുതിരി സ്തുതിക്കട്ടെ. മെഴുകുതിരി പോലെ എരിയും മെഴുകുതിരി, മെഴുകുതിരി പോലെ അരികിൽ വരണമേ, മക്കളെ സന്തോഷമായി നിങ്ങളുടെ തലവേദനയുള്ള ഒരു നെറ്റിയിൽ വെക്കുക. ഇപ്പം നമുക്കൊരു സാക്ഷ്യം കിട്ടിയായിരുന്നല്ലേ, ദർശനം കിട്ടിയായിരുന്നു. ബ്രസ്റ്റിൽ മുഴയുള്ളവരെ കർത്താവ് സുഖപ്പെടുന്നത്, ബ്രസ്റ്റ് ക്യാൻസറുകാരെ അവർ തീർച്ചയായും ആൾക്കാരെ അവൻ സാക്ഷ്യം പറയും. ഇനിയുള്ള കാലങ്ങളിൽ അവർക്ക് ഡോക്ടർ അത് വ്യക്തമാക്കി കഴിയുമ്പോൾ അവരത് ഈശോയുടെ ആൾക്കാരെ അവൻ സാക്ഷ്യം പറയും. അമ്മ വളരെ ശക്തമായ രീതിയിൽ മധ്യസ്ഥം നൽകുന്ന സമയമാണിത്. കുറേ ഇറച്ചി ഭാഗങ്ങൾ കാണുന്നുണ്ട്, തൊലി പൊളിഞ്ഞിങ്ങനെ ചുവപ്പ് നിറത്തിയിരിക്കണത്. അങ്ങനെയുള്ള രോഗങ്ങളുള്ളവർ ചിലപ്പോൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ ദ്രവിച്ച് അലർജി പോലെ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചുവന്ന ഭാഗങ്ങൾ കാണുന്നവർ, പല ബിഷപ്പ് രോഗികളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള ഇങ്ങനെ തൊലി പൊളിഞ്ഞൊക്കെ പോണ ആ രോഗികൾ, ചുവപ്പ് നിറത്തിലിരിക്കുന്ന ഭാഗങ്ങൾ, അവിടെയെല്ലാം കർത്താവിൻ്റെ രക്തം വീഴുന്ന സമയമാണിത്. ശരീരം ചുവപ്പ് നിറത്തിരിക്കുന്ന ഭാഗങ്ങൾ, ചൊറിച്ചിലുള്ളവർ, ചൊറിയുള്ളവർ, വ്രണമുള്ളവർ, മുറിവുള്ളവർ, അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവർ, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുടെ അവർ ആശുപത്രിയിലാണെങ്കിൽ ആ ധ്യാനം
ആരാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? അവരെല്ലാവരും അവർക്ക് അപകടം വന്ന സ്ഥലത്ത് നിങ്ങളുടെ കാലിലെ കയ്യില ആ സ്ഥലത്ത് കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി. ഇപ്പോഴും കർത്താവ് അവിടെയും സ്പർശിക്കുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇപ്പോൾ ദർശനത്തിൽ കാണിച്ച ശരീരത്തിന്റെ മാംസമായ ഭാഗങ്ങള് ചോരപ്പാടയുടെ കാണിക്കുന്ന എല്ലാ ഇടങ്ങളിലും വിശുദ്ധ രക്തം തളിക്കണമേ, വിശുദ്ധ രക്തം തളിക്കണമേ, വിശുദ്ധ രക്തം തളിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ദൈവമേ, ദർശനത്തെ ഓർത്ത് നൽകണമേ. മക്കളെ, ഒരു മകൻ പോലും മകള് പോലും വേദനിച്ച് ഈ പ്രാർത്ഥനയുടെ പുറത്ത് പോകത്തില്ല എന്ന് ഈശോ മനസ്സിൽ തോന്നിക്കുന്നുണ്ട്. ജോലിയില്ലാത്തവരെ പെട്ടെന്ന് ഓർത്ത് പോകാൻ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ, അതായത് ആരുമൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. കർത്താവേ, എല്ലാം രോഗമാണല്ല പറയണത്, എനിക്ക് ജോലിയില്ല, വീടില്ല, ഇത് വിഷമിക്കണ കാര്യം അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഓർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നവരെ ഓർക്കുക. അത് നിങ്ങളിപ്പോഴേ ഈശോയോട് പറഞ്ഞത് എന്നോട് ഈശോ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോഴേ ജോലിക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം, വേദനപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ജോലിയിൽ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തിരിച്ചു പോകാൻ പറ്റാതെ ആയിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജോലിയില്ലാത്തവരെ, തിരിച്ചു പോകാൻ പറ്റാത്തവരെ, നാട്ടിൽ ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്തവരെ ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഒരു വരുമാനമില്ലാതെ മുട്ടിപ്പോയവരെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ ഏക വരുമാനം. കർത്താവേ, പുതിയ വഴികള് ഈ നിമിഷം അങ്ങയുടെ മക്കൾക്ക് അങ്ങ് കാണിച്ചു കൊടുക്കണം. അവരുടെ തൊഴിലുപകരണങ്ങള് കൈത്തൊഴിൽ ചെയ്യുന്നവരെ ആശീർവദിക്കണമേ. കന്നുകാലികളെയും കോഴിമൃഗാദികളെയൊക്കെ വളർത്തുന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, പുതിയ തൊഴിലുകള് അന്വേഷിക്കുന്നവരെ ആശീർവദിക്കണമേ. കർത്താവേ, ഒരു വരുമാനത്തിന് വേണ്ടി ഈശോയെ വേദനിക്കുന്നവരെ എന്ത് ജോലിയായാലും ചെയ്തുള്ള ജീവിക്കാനുള്ള മാർഗം കിട്ടിയാൽ മതി എന്ന് വേദനിച്ച് പ്രാർത്ഥിക്കുന്നവരെ ഏറ്റെടുക്കണമേ. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. കർത്താവേ, പരീക്ഷ എഴുതുന്ന മക്കളെ, എഴുതാൻ പോകുന്ന മക്കളെ, എഴുതി കഴിഞ്ഞ മക്കളെ, വലിയ ഫലമൊന്നും ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ച് വേദനിക്കുന്ന മക്കളിൽ അത്ഭുതം പ്രവർത്തിക്കണമേ. അവിടെ പരീക്ഷ പേപ്പറിലെ മാർക്ക് ലിസ്റ്റുകളിലെ അത്ഭുതം പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ കൃപ കൊണ്ട് ഞങ്ങൾ കരകയറട്ടെ. അങ്ങയുടെ ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങൾ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിൽ കരകയറട്ടെ. യേശുവിന്റെ നാമത്തിൽ കരകയറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. കർത്താവേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അരികിൽ വരേണമേ. ശ്രദ്ധിച്ചേ. സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മക്കളെ, നെക്കിനൊക്കെ കഴുത്ത് നെക്കിനൊക്കെ വേദന ഉള്ളവരും തിരിക്കാൻ പറ്റാത്തവരും അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബലം പോയവരും നേരെ നിൽക്കാത്തവരെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കളെ, കർത്താവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകളെല്ലാം നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ജീവനോടെ ഈ നിമിഷം തിരുമുറുപാർന്ന് വലതുകരത്താൽ കർത്താവ് മഹത്വപ്പെട്ട് നിൽക്കേണ്ട സമയമാണിത്. അപ്പം മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന സമയമാണ്. എൻ്റെ മക്കളെ, കർത്താവ് സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ കൈവെക്കുക. ഓൺലൈനിൽ ഇരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് ഈ പറയണത്. എവിടെയാണ് കർത്താവ് സ്പർശിക്കേണ്ടത്? അഡിനോയിഡുള്ളവർ മൂക്കിൽ കൈവെക്കുക, മൂക്കിൻ്റെ പാലത്ത് കൈവെക്കുക. അഡിനോയിഡുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരും കാഴ്ച മങ്ങുന്നവരും കണ്ണിൽ കൈവെക്കുക.
കാരണം കാതിൽ നിന്ന് പഴുപ്പ് വരുന്നവർ കാതിൽ കൈവെക്കുക, കേൾവി കുറവുള്ളവരും കാതിൽ കൈവെക്കുക. പല്ല് വേദനയും പലതരത്തിലുള്ള വായു വിഷമങ്ങളുള്ളവർ തൊണ്ടയിലും വായിലുമായിട്ട് തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കട്ടെ. കർത്താവെ, ഞാൻ അങ്ങനെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈശോയെ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ ഇപ്പോൾ മഹത്വപ്പെടും കർത്താവ്. അടിപ്പിണർ പോലെ കർത്താവെ, വൈദാഘാതം പോലെ കർത്താവെ, ഈ പറഞ്ഞ രോഗികളുടെ മേലെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളം, ദൈവത്തിന് സത്യം മാറിയ രോഗങ്ങൾ, തിരവേദികളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികടെ ഹല്ലേലൂയ, സദയം തുടേണേ അരികിൽ വരണമേ, സദയം തുടേണേ മകളെ, അച്ഛനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകണ്. വിസർപ്പ രോഗികൾ അവരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകണ്. ശരീരത്തിൽ കുരുക്കളുള്ളവർ, അതുപോലെ ശരീരത്തിൽ ബ്ലോക്കുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരളിന് ലീക്കുള്ളവർ, മഹോദര രോഗികൾ, കുടലിന് കർത്താവെ ഭാരമുള്ളവരും, അതുപോലെ തന്നെ ദഹനപ്രക്രിയ നടക്കാത്തവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദന ഉള്ളവർ, മൂത്രത്തിൽ ചൊരിച്ചിലും എരിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവിക്കുന്നവർ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവെ, അങ്ങനെ മക്കൾ ശരീരത്തിൽ ഓരോരോ വിഷമം അനുഭവിക്കുകയാണ്. കർത്താവെ, ജോലി പോലും ചെയ്യാൻ പറ്റും. കർത്താവ്, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കി കൊടുക്കാൻ വിഷമിക്കുന്ന വ്യക്തികളെ, അമ്മമാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പുറത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത അപ്പന്മാരെ, കുടുംബത്തിൽ വരുമാന മാർഗമായിട്ട് നിൽക്കുന്നവരെ എല്ലാം നീ കർത്താവ് എങ്ങനെ അവർ ജീവിക്കും എന്ന് ഞങ്ങൾ കണ്ണീരോടെ ചോദിക്കുകയാണ്. കർത്താവെ, അങ്ങ് ആരെയും കൈവിട്ട് കളയില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ മാത്രമേ ആശ്രയമുള്ളൂ എന്നുള്ളവരെ കർത്താവെ നീ കൈവിടാതെ ഈ ആരാധന നിമിഷം പിടിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അസ്ഥിക്ക് വേദനയുള്ളവർ, അസ്ഥി സന്ധിബന്ധങ്ങളിലെ വേദനയുള്ളവർ, മാസപ്പെസ്റ്റ് മരവിപ്പുള്ളവർ എല്ലാവരെയും സ്പർശിക്കണമേ. കർത്താവെ, ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. കിതക്കുന്നവർ, കർത്താവ് പ്രഷർ രോഗികൾ, അമിതമായ ഷുഗർ രോഗികൾ, കർത്താവെ ഉറക്കമില്ലാത്തവർ, കർത്താവെ ഉറക്കമില്ലാത്തവർ എല്ലാവരെയും സ്പർശിക്കണമേ. ഈശോയെ, അവരെ ശ്രുതിയുടെ മക്കളെ, ശ്രുതിയുടെ മക്കളെ നാമത്തിൽ ഉള്ളക്കാലം മുതൽ യേശുവിന്റെ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിയുടെ സദയം തുടേണേ സുഖമായി. മക്കളെ, വിവാഹം പിരിയാൻ പോകുന്നവരെ അത് കർത്താവ് ഇപ്പോൾ മനസ്സിൽ തോന്നിച്ച ഒരു വലിയ വിഷയമാണ്. താല്പര്യമില്ല, ഒരാളിന് താല്പര്യമില്ല, എങ്കിലും പിരിയേണ്ടി വരണം. അതുപോലെ തന്നെ മ്യൂച്വല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നവർ, ഇങ്ങനെ കുറേ മാനസിക കുടുംബം തകർന്നതിൻ്റെ പേരിൽ മക്കളെ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്ന, മക്കളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന, എല്ലാം തന്ത്രപൂർവമായിട്ട് ചെയ്തിരിക്കുന്നത്. പൊന്നും വാങ്ങി, മക്കളും വാങ്ങി, അവളെ പോയിട്ട് പിന്നെ എല്ലാം വാങ്ങിപ്പോയിട്ട് പിന്നെയും കേസിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പൈശാചികമായ നടപടിയിലൂടെ പോകുന്നവരെ, മാനസിക അവസ്ഥയിൽ പോകുന്നവരെ പിശാചിനെ ഈശോ വെച്ച് പൊറപ്പിക്കത്തില്ല. അനുതാപിക്കാൻ നിങ്ങൾക്കുള്ള അവസരമാണിത്, അവസാന അവസരമാണ്. ചതിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയിൽ നിന്ന് പോകുന്നതെന്ന് തോന്നുന്നവർക്ക് അനുതപിക്കാനുള്ള അവസാന അവസരമാണിത്. കർത്താവിൻ്റെ ശാസന പോലെ പറയാൻ പരിശുദ്ധാത്മ പറഞ്ഞിരിക്കുന്നു. ചതിച്ചുകൊണ്ടാണ് ജീവിത പങ്കാളിയിൽ നിന്ന് പോന്നിട്ടുണ്ടെങ്കിൽ അനുതപിക്കാനുള്ള അവസാന അവസരമാണ്. അതിനുശേഷം നിന്റെ നാശം ആരംഭിക്കും. ശ്രുതികളുടെ ഹല്ലേലൂയ, ശ്രുതികളുടെ ഹല്ലേലൂയ. അരികിൽ വരണമേ, സദയം തുടേണേ സുഖമായി. നിന്റെ
കർത്താവ് പറയണം നിന്നെ കണ്ണീരോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ലെന്ന്. നിന്റെ കർത്താവ് പറയുന്ന വചനത്തെ അങ്ങ് ഓൺലൈനിലൂടെ ഏതെല്ലാം ഭൂഖണ്ഡം ആരെല്ലാം കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്നത്തെ പ്രാർത്ഥന കൂടിയ ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. കർത്താവിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ വചനമാണ്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം. അതായത് ഹെബ്രായ ലേഖനം 11:5 അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു. കർത്താവിൻ്റെ വചനം പറയുന്നു, അറ്റ് എനി കോസ്റ്റ് ഐ വിൽ നോട്ട് ഡിസോൺ യു. ഒരു കാരണവശാലും നിന്റെ പാപം കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ മറ്റു തരത്തിലുള്ള തകർച്ച കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ കാലം കഴിഞ്ഞത് കൊണ്ടോ നിന്റെ സമയം മാറിയത് കൊണ്ടോ എന്ത് കാര്യമായാലും ഐ വിൽ നോട്ട് ഡിസോൺ യു, ഐ വിൽ നോട്ട് ഡിസോൺ യു. കർത്താവ് പറയുന്നു ഒരു കാരണവശാലും ദൈവ പൈതലേ യേശുവിനെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന നിന്നെ ഒരു കാരണവശാലും നിന്റെ കർത്താവ് അനാഥനായി വിടുകയില്ല. കർത്താവിനെ കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ദുരിതങ്ങള്, യേശുവിന്റെ നാമത്തില് സാമ്പത്തിക കടങ്ങള്, യേശുവിന്റെ നാമത്തില് ദുരിതങ്ങൾ മാറിപ്പോകട്ടെ. സുഖമായി പാടുക. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. എരിയും മരുകതി ശ്രദ്ധിക്കട്ടെ. എരിയും മെഴുതി അരികിൽ വരണമേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരണമേ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. സാമ്പത്തിക ബാധ്യതയുള്ളവരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, സാമ്പത്തിക കടങ്ങളുള്ളവരെ, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, അവരെ പഠിപ്പിക്കാൻ വിട്ടപാടില്ല, അവരെ പ്രണയബന്ധത്തിൽ അകപ്പെട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന പ്രണയബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ അവിടെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പഠിക്കാൻ പോകുന്ന മക്കൾ തെറ്റായ പ്രണയബന്ധത്തിലും മാതാപിതാക്കന്മാരുടെ വിളിക്കുമ്പോലില്ലാത്ത മക്കളുണ്ട്. അത്രയും അവർ പൈശാചികമായിട്ട് ബന്ധത്തിലാകെ പോയി. അവർ ഓർത്തിട്ട് ചിന്തിച്ചിട്ട് ചിലർ അപ്പനെ അമ്മനെ എൻ്റെ വീടിരിപ്പ് സ്ഥലം ബാങ്കിലാക്കിയെടുത്ത് കേസിലാക്കി അവർ അതിനുശേഷം അവർ കണ്ട ആണുങ്ങളുടെ പുറകെ പോയി അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ പുറകെ പോയി അപ്പനെ അമ്മനെ വേദനിപ്പിച്ചുകൊണ്ട് ഇനി എതിർത്ത് താഴെയുള്ളവരുടെ ജീവിതവും എല്ലാം ഇരുട്ടിലാക്കിക്കൊണ്ട് വലിയ തകർച്ചയിരിക്കുന്ന കുടുംബങ്ങൾ, വലിയ ഇരുട്ടിലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, സാമ്പത്തിക തകർച്ചയുള്ള കുടുംബങ്ങൾ, ഒരു വരുമാനമില്ലാത്ത മക്കൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് കേസിലാക്കപ്പെട്ടു പോയവർ, അതിർത്തി തർക്കമുള്ളവർ, വെള്ളം കിട്ടാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഓരോ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ 1 കൊരിന്ത്യൻസ് 1:4 പ്രാർത്ഥിക്കുന്നു. ഓരോ തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ യേശുനാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. ഓരോ തരത്തില് വേദന അനുഭവിക്കുന്നവരെ 1 കൊരിന്ത്യൻസ് 1:4 പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തില് വിടുതൽ പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. OIT പരീക്ഷകൾ, IELTS പരീക്ഷകൾ, MOH, HAD അതുപോലുള്ള മത്സര പരീക്ഷകൾ, PSC പരീക്ഷകൾ, വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതാൻ പോകുന്നവരെ, എഴുതിക്കഴിഞ്ഞവരെ, ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, പരീക്ഷ എഴുതിക്കഴിഞ്ഞവരെ, ഇങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ അവരെ ഏറ്റെടുക്കുവാനും
അവരെ കർത്താവ് അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കാണിച്ചു കൊടുക്കാനും ജോലി എടുക്കാൻ പറ്റിയ യോഗ്യതയുള്ള മാർക്ക് അവർക്ക് ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു സ്തോത്രം യേശു സ്തോത്രം യേശു സ്തോത്രം യേശു സ്തോത്രം. കർത്താവേ സ്തോത്രം യേശു സ്തോത്രം യേശു സ്തോത്രം. യേശു സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.